കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും കൂടി അച്ചമ്മ പറഞ്ഞ ക്ഷേത്രത്തിലൊക്കെ പോയി. ഇനി 11 ദിവസം അവിടെ പോയി പ്രാർത്ഥിച്ചെങ്കിലാണ് അച്ചമ്മ പറഞ്ഞ കാര്യമൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെ അവർ ആ ഒരു യാത്ര തിരിക്കുന്ന സമയത്താണെങ്കിലോ അവിടുത്തെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് രേവതി ആണെങ്കിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. ഒരു മാവും തോപ്പിന് ഇടയ്ക്ക് കൂടെ ഇവർ വരുന്ന സമയത്താണെങ്കിൽ അതിൽ നിറച്ച് മാങ്ങകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുകയാണ്. ആ കാഴ്ച കാണുമ്പം രേവതിക്കൊരു മോഹം വരിക. അതെ, എനിക്ക് ആ മാങ്ങ കഴിക്കണമെന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇത് നിങ്ങളുടെ അച്ഛമ്മയുടെ നാടല്ലേ, എനിക്ക് 2 മാങ്ങ പറിച്ചു തരുമെന്ന് ചോദിക്കുമ്പം സച്ചിയാണെങ്കിലും എൻ്റെ പൊന്നു മോളെ, ഇതൊക്കെ ഓരോരുത്തർ കൃഷി ചെയ്യുന്നതാണ്, നീ എന്നെ ഈ നാട്ടുകാരുടെ ഇടികൊള്ളിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് പെട്ടെന്ന് തന്നെ ആരും കാണാതെ ഇവളുടെ ഒരാഗ്രഹമാണല്ലോ, അതുകൊണ്ട് തന്നെ 2 മാങ്ങ പോയി അടിച്ചു മാറ്റി കൊണ്ടുവരികയാണ്. അപ്പം ഇതുമായിട്ട് വന്നതും സച്ചി പെട്ടെന്ന് തന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ബൈക്ക് ഓടിക്കാൻ തുടങ്ങുമ്പോഴാണ് ആശാന് മനസ്സിലായത് ബൈക്ക് പഞ്ചറായി. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ രക്ഷയില്ല, നമുക്ക് പതിയെ തള്ളി പോകാമെന്നും പറഞ്ഞ് 2 പേരും കൂടി ആ ഒരു മാങ്ങയൊക്കെ കഴിച്ച് അവിടുന്ന് അങ്ങനെ ആ വണ്ടിയും തള്ളി പോവുക. അപ്പോൾ പോകുന്ന വഴി സച്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. അവനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് പഞ്ചറൊട്ടിക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ മകൻ നിന്ന് കളിക്കുകയാണ്. അപ്പം ഇവനെ കണ്ടതും പെട്ടെന്ന് തന്നെ രേവതി ആണെങ്കിൽ ആദി എന്നും പറഞ്ഞ് വിളിച്ച് അവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്ന പാടെ തന്നെ ഹായ് ആൻറ്റി, ആൻറ്റി എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും ഇറങ്ങി വന്നു. ആ മോള് ബസ്സിലന്ന് കണ്ട കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം അതെ ആൻറ്റി, ഞാൻ അത് തന്നെയാണ്. പിന്നെ എന്നാ കൊണ്ട് വിശേഷം, ഇതാണോ നിങ്ങളുടെ വീടെന്നൊക്കെ രേവതി വിശേഷം ചോദിക്കുമ്പോഴത്തേക്കിനും ഇതെൻ്റെ അനിയത്തിയുടെ വീടാ. അല്ല മോൾ അപ്പുറത്തുള്ള ഗ്രാമത്തിലല്ലായിരുന്നോ, ഇതെന്താ ഇപ്പം ഇവിടെ വന്നത്? ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വന്നതാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള ദേവീക്ഷേത്രം അല്ലേ, അപ്പം അവിടെ അച്ചമ്മ പറഞ്ഞത് കൊണ്ട് വന്നതാന്ന് പറയുകയാണ്. അപ്പം സച്ചിയാണെങ്കിലോ എന്നാൽ രേവതി ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ ഇരിക്കുക, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് ഈ പഞ്ചറൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് വരാമെന്ന് പറയുകയാണ്. അങ്ങനെ രേവതി നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യമാണെങ്കിൽ തിരക്ക് കൂട്ടുക, ചേച്ചി വാ ചേച്ചി എൻ്റെ കൂടെ കളിക്ക് ചേച്ചി, എനിക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. ആദ്യയുടെ കൂടെ രേവതി അങ്ങ് പോവുക കേട്ടോ. കുറച്ച് നേരമൊക്കെ കളിയൊക്കെയാണ്. അത് കഴിയുമ്പം ചേച്ചി ഇപ്പം വരാട്ടോ എന്ന് പറഞ്ഞ് അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ശ്രുതി വിളിക്കുകയാണ്. അപ്പം ശ്രുതിയുടെ അമ്മയാണെങ്കിലോ മോളെ അതേ ആദ്യം ഇവിടെ നിന്ന് കളിക്കുകയാണ്, അമ്മ ഫോൺ കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം അവനോട് സംസാരിക്കാൻ തന്നെയാണ് വിളിച്ചത്. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? അമ്മ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നീ തന്നെയല്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി ദേഷ്യപ്പെടുകയാണ്. ഇനിയിപ്പോൾ ദേഷ്യമൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യും, ആദിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ശ്രുതി പറയുമ്പം അമ്മ ആദിയുടെ കയ്യിൽ കൊണ്ടേ കൊടുക്കാൻ ചെല്ലുമ്പം രേവതിയൊക്കെ ആയിട്ട് നിന്ന് നമ്മുടെ ആദിക്കൂട്ടം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവൻ പെട്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ ചേച്ചിക്ക് എന്നോട് സംസാരിക്കാൻ നേരം ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കിപ്പോൾ ചേച്ചിയോട് സംസാരിക്കാൻ നേരമില്ല, എനിക്ക് ഇവിടെ ഒരു ആൻറ്റിയെ കിട്ടിയിട്ടുണ്ട്, ആ ആൻറ്റി ഞാനും കൂടി കളിച്ചുകൊണ്ടിരിക്കുവാന്ന് ചോദിക്കുമ്പം നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അതേതാ ആ ഒരു ആൻറ്റി? ആരമ്മ ആ വീട്ടിൽ വന്നേന്ന് ചോദിക്കുമ്പോൾ മോളെ ഞങ്ങൾ ബസ് യാത്രക്കിടെ പരിചയപ്പെട്ടൊരു പെണ്ണാണ്, അപ്പം അവൾ ഇവിടെ വന്നിട്ടുണ്ട്, നിൻ്റെ മോനാണെങ്കിലോ അവളെ വലിയ ഇഷ്ടമൊക്കെയാണ് എന്നൊക്കെ പറയുമ്പം പരിചയമില്ലാത്ത ആൾക്കാരെ എന്തിനാ വെറുതെ വീട്ടിൽ വിളിച്ച് കയറ്റുന്നത്? ഇതെന്തായാലും അത്തരത്തിലുള്ള ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആണെങ്കിൽ ഫോണും കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ രേവതിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വടയൊക്കെ ഉണ്ടാക്കി നമ്മുടെ ശ്രുതിയുടെ അമ്മ കൊണ്ടുവരുന്ന ആ ഒരു സമയത്താണെങ്കിലോ രേവതിയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ? അല്ല, ഈ ക്ഷേത്രത്തിൽ പോകുന്നത് വഴക്ക് കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ തമ്മിൽ ഒരുമിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അമ്മേ ഞങ്ങളുടെ കല്യാണം തന്നെ ഒരു വിവാദമായിരുന്നു, ഞങ്ങൾ തമ്മിലല്ല കല്യാണം നടക്കേണ്ടിയിരുന്നത്, ഇത് അബദ്ധം വെച്ചാൽ സംഭവിച്ചു പോയൊരു കല്യാണമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങളുടെ അച്ഛമ്മ ഈ ക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ മതി, ഇവിടുത്തെ ദേവിക്ക് നല്ല ശക്തിയുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നത്, 11 ദിവസത്തേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം രേവതിയുടെ അമ്മയും പറയുന്നുണ്ട്, മോളെ വിചാരിച്ചാൽ വിളിപ്പുറത്താണ് അവിടുത്തെ ദേവി, നിങ്ങളുടെ ജീവിതം പച്ച പിടിക്കും, നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ഭാര്യയും ഭർത്താവുമായി, അത് നല്ലൊരു ഹസ്ബൻഡും
ഹസ്ബൻഡും വൈഫുമായി മാറുമെന്നൊക്കെ ഈ അമ്മയും പറയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി അങ്ങ് വന്നു കേട്ടോ. സച്ചി വന്ന പാടെ തന്നെ രേവതിയോട് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ മതിയോ, നമുക്ക് പോവേണ്ടതെന്ന് ചോദിക്കുമ്പം ആദ്യം പറയുന്നുണ്ട്, ചേച്ചി ഇന്ന് പോവണ്ട ചേച്ചി, ചേച്ചി ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ പിടിച്ച് നിർത്താൻ നോക്കുമ്പോഴത്തേക്കിനും ഇല്ല മോനെ പോയിട്ട് നാളെ വരാട്ടോ, അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് രവിയെയും ചന്ദ്രയെയും ഭാമയും ഒക്കെയാണ്. ഭാമ ഇവരുടെ വീട്ടിൽ വന്നിരുന്ന കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ രവി ആണെങ്കിലോ നിങ്ങൾ തമ്മിൽ സംസാരിച്ചോട്ടോ, ദേ ചന്ദ്ര ഞാൻ ആ യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം, പെൻഷൻ പൈസ എന്താ മുടങ്ങുന്നതെന്ന് അറിയണമല്ലോ. അയാൾ തടഞ്ഞു വെച്ചത് കൊണ്ട് തന്നെയാണ്. എന്തായാലും യൂണിയൻകാർ ഇടപെട്ട് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായാലോ എന്നുള്ള ഒരു വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ എന്നും പറഞ്ഞ് രവി അവിടുന്ന് യൂണിയൻ ഓഫീസിലേക്ക് പോകുമ്പോൾ ചന്ദ്രമതി ആണെങ്കിലോ, അല്ലടി ഞാൻ ആ സ്വർണ്ണം എടുക്കുന്ന കാര്യമൊക്കെ നിന്നോട് പറഞ്ഞില്ലേ, എന്താ നിന്റെ തീരുമാനം, വല്ല നടക്കുമെന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് ആ കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ലടി, ഇങ്ങേരുടെ കാര്യം ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ആ പൈസ ഒന്ന് എങ്ങനെയും കിട്ടിയിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഒരു ആശ്വാസം ആയേനെ. ഇതുമാത്രം പോരല്ലോ, കല്യാണത്തിന് തന്നെ ഒരുപാട് പൈസ ചിലവൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഇങ്ങേര് പറയുന്നത് സച്ചിയുടെ ചിലവിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും സുധിയാണെങ്കിൽ 1 രൂപ കാശ് പോലും വീട്ടിലേക്ക് സമ്പാദിച്ച് തരുന്നില്ല എന്നുമൊക്കെയാണ്. ശ്രീകാന്തിനെ പിന്നെ പറയാൻ പറ്റില്ലല്ലോ, ശ്രീ ഇപ്പോൾ പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഇളവുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സുധി അപ്പുറം റൂമിലിരുന്ന് കേൾക്കുകയാണ്. സുധി വേലയും കൂലിയൊന്നും ഇല്ലാണ്ട് ഇപ്പം വീട്ടിൽ കുത്തിയിരിപ്പാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിലോ ചന്ദ്ര ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, എൻ്റെ അമ്മായിയമ്മയുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ, സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ വീട്ടിൽ പോകുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ കാര്യം നടക്കണം, ശ്രുതിയും തമ്മിൽ ഒന്നിക്കണം, അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം, ഈ ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആരുടെ മുന്നിൽ പോയി കൈനീട്ടിയാലും വേണ്ടിയില്ല, ശ്രുതിക്ക് ഒരു 10 പവൻ്റെ സ്വർണ്ണമെങ്കിലും എങ്ങനെയും ഒപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സുധി അങ്ങോട്ട് വരികയാണ്. സുധി വന്നതും മോനിവിടെ ഉണ്ടായിരുന്നോ, ഇപ്പം തന്നെ മോൻ്റെ അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അച്ഛമ്മയുടെ മുന്നിൽ പോയി അമ്മ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വരെ വന്നടാ, ഞങ്ങൾ നാളെ തന്നെ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. എന്തായാലും ആ സച്ചിയും രേവതിയും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുമ്പം എല്ലാം ഞാൻ എൻ്റെ മകന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെന്ന് ഒരു വാക്കുകൂടി പുള്ളിക്കാർ പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി അങ്ങ് ഇമോഷണലായി ചന്ദ്രമതിയുടെ കാൽക്കീഴിൽ ചെന്നിരുന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മ ഞാൻ കാരണമല്ലേ, അമ്മ എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് ഒരു ക്ഷമയൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയോട് ഇങ്ങനെ പറയുമ്പം ഭാമ പറയുന്നുണ്ട്, ദൈവമേ ഒരാഴ്ചയല്ലേ ആയുള്ളൂ നീ ആ ജോലിക്ക് പോയിട്ട്, അത് നീ നഷ്ടപ്പെടുത്തിയോന്ന് ചോദിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ചന്ദ്ര പറയുക, മോനെ ഇതൊക്കെ ശ്രുതിക്ക് അറിയാവോ, അമ്മ ശ്രുതിയാണ് എന്നോട് പറഞ്ഞത്, അമ്മയ്ക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നും അമ്മ ഇപ്പം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസമായിട്ട് അമ്മയുടെ ഒരു കാര്യവും പറയാതിരുന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി തൻ്റെ ഭാവി വധുവിനെ വെള്ള പൂശാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ശ്രുതിയെ പോലെയുള്ള ഒരു മരുമകൾ, അവൾ നിന്നെ കണ്ടു അറിഞ്ഞും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അവൾ ഈ വീടിൻ്റെ മഹാലക്ഷ്മി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. പിന്നെ നമ്മളെ കാണിക്കുന്നത് സച്ചിയും രേവതിയും കൂടി വീട്ടിലേക്ക് തിരികെ വരികയാണ്. അപ്പം വരുന്ന സമയം തന്നെ സച്ചി അച്ഛമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛമ്മതേ എനിക്ക് ഭയങ്കര ശരീരം വേദന, കുറച്ച് ചൂടുവെള്ളമൊന്നും ഉണ്ടാക്കിക്കെന്ന് പറയുമ്പം അത് നമ്മുടെ പാറുമ്മ അങ്ങ് സെറ്റാക്കുകയാണ്. പാറുമ്മ ഓൾറെഡി ഇവർ വരുമ്പോൾ തന്നെ ക്ഷീണിച്ചായിരിക്കും വരുന്നതെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ സച്ചിയാണെങ്കിലോ, അച്ഛമ്മ എനിക്ക് ഭയങ്കര മേലുവേദനയും തലവേദനയും ഒക്കെ ഉണ്ട്, അച്ഛമ്മ ഒരു കാര്യം ചെയ്യും, കുറച്ച് എണ്ണ എടുത്തിട്ട് എൻ്റെ തലയിലൊന്ന് മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ മോനെ അച്ഛമ്മ മസാജ് ചെയ്ത് തരാമല്ലോ എന്നും പറഞ്ഞ് കുറച്ച് എണ്ണയൊക്കെ രേവതിയോട് എടുത്തുകൊണ്ട് വരാൻ പറയുക. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ചുമ്മാ പച്ച വെളിച്ചെണ്ണ എടുത്താൽ മതിയോ എന്ന് ചോദിക്കുമ്പം അല്ല മോളെ, അതിനകത്ത് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്ക്, നീ ഇങ്ങ് കൊണ്ടുവാ, അതുമാത്രം പോരാ നീ തന്നെ അവൻ്റെ തലയിലും മേത്തും ഒക്കെ തേച്ച് പിടിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും സച്ചി ഇത് കേട്ടിട്ട്, അല്ല ഇവളാണോ എൻ്റെ തലയിൽ ഇത് തേക്കാൻ വരുന്നത്, ഇവളാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ആ ഒരു തോർത്തുമുണ്ടെടുത്ത് ഇങ്ങനെ പുതയ്ക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര നാണമൊക്കെ വന്നു കേട്ടോ. രേവതിയാണെങ്കിലോ, അതിന് ഞാൻ തേച്ച് തന്നാൽ എന്താ പ്രശ്നം, അവിടെ അടങ്ങിയിരിക്കുമെന്നും പറഞ്ഞ് അവൻ്റെ തലയിലേക്ക്
തലയിലേക്ക് ആ എണ്ണ ഒഴിക്കാൻ തുടങ്ങുമ്പം അച്ഛമ്മ ഒഴിച്ചു തന്നെങ്കിൽ മാത്രം മതി, എൻ്റെ അച്ഛമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ മസാജൊക്കെ അറിയാം, അച്ഛമ്മ എൻ്റെ തലയിൽ മസാജ് ചെയ്ത് തരുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും പറഞ്ഞ് രേവതി അവിടുന്ന് പറഞ്ഞു വിടുമ്പം രേവതിക്ക് വിഷമമായി. എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ ഓടി അങ്ങ് വന്നോളൂ എന്നുള്ളൊരു വാക്കും കൂടെ സച്ചി പറഞ്ഞു. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരുടെ കണ്ണൊക്കെ കലങ്ങി. രേവതി ആണെങ്കിൽ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മ എനിക്കൊന്നും ഇത് സെറ്റാകുമെന്ന് തോന്നുന്നില്ല. ഈ സച്ചിയാണെങ്കിലോ ഏത് നേരവും എൻ്റെ നേരെ ദേഷ്യം തന്നെയാണ്. മോളെ നീ വിഷമിക്കുമൊന്നും വേണ്ടടി, ഇഷ്ടപ്പെടാതെ വിവാഹം കഴിച്ചതല്ലേ നിങ്ങൾ രണ്ടുപേരും, അതുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ കുറച്ച് കാലതാമസമൊക്കെ വരും. ആ കാലതാമസം അത് പെട്ടെന്ന് തന്നെ മാറിയും കിട്ടും. നിങ്ങൾ ഈ ക്ഷേത്രത്തിലൊക്കെ പോയി വഴിപാടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എല്ലാ കാര്യങ്ങളും അച്ഛമ്മ വിചാരിക്കുന്നത് പോലെ തന്നെ വരും. ഈ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് മോളും അവനും ഒന്നായിരിക്കും, അത് അച്ഛമ്മയുടെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് കലാവതി മുത്തശ്ശി നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തുകയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ നടക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്